യാത്രക്കാർക്ക് വലിയ മഹത്വം ഇസ്ലാം നൽകിയിട്ടുണ്ട്. അത് ഹലാലായ യാത്രയാകണമെന്ന് മാത്രം. യാത്രകൾ പലതരമുണ്ട് പ്രിയപ്പെട്ടവരെ. നല്ല യാത്രകളുമുണ്ട്, മോശപ്പെട്ട യാത്രകളുമുണ്ട്. ഇവിടെ ഹലാലായ നല്ല യാത്രകൾക്കാണ് ദീൻ മഹത്വം കൽപ്പിക്കുന്നത്. എങ്ങനെ നാം മനസ്സിലാക്കണം? മോശമായ യാത്രയാണ് ഒരാൾ വ്യഭിചരിക്കാൻ പോകുന്നു, പാപങ്ങളിലേക്കുള്ള യാത്ര. ഒരാൾ വ്യഭിചരിക്കാൻ പോകുന്നു, അതൊരു യാത്ര ചെയ്താലല്ലേ വ്യഭിചരിക്കാനായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു കൊലപാതകം നടത്തുന്നതിന് വേണ്ടി ഒരു കൊലപാതകം നടത്തുന്ന ആളുടെ അടുക്കലേക്ക് പോകണമെങ്കിലും യാത്ര ചെയ്യണം. ഇതൊക്കെ മോശപ്പെട്ട യാത്രയാണ്. ഇതുപോലുള്ള യാത്രകൾ ഹലാലായ യാത്രകളല്ല. ഇതുപോലുള്ള യാത്രക്കാർക്ക് ഒരു പ്രാധാന്യവുമില്ല. എന്നാൽ ഇവിടെ ഹലാലായ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി, അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റാഹത്താകുന്നതിന് വേണ്ടിയൊക്കെ നീ ഒരു ഭവനം നിർമ്മിച്ചു കൊടുത്താൽ അത് ജാരിയായ സദഖയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ എന്റെ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. എന്താണ് ഹലാലായ യാത്രകള്? നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നീ അള്ളാഹുവിന്റെ ഈ ഭൂമിയിലൂടെ നീ യാത്ര ചെയ്യുക. ആ യാത്ര ഒരു ഇബാദത്തും കൂടിയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഇതൊരു ഹലാലായ യാത്രയാണ് മുഅ്മിനീങ്ങളെ. അതുപോലെ തന്നെ മനസ്സിന് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി ഒരുവൻ യാത്ര ചെയ്യുന്നത് ഇതും ഹലാലായ യാത്രയാണ്. ഇതും ഒരു ഇബാദത്താണ്. ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നൂറാനിയത്തായ ഇൽമു പഠിക്കാൻ, അതായത് പരിശുദ്ധമായ ദീൻ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള യാത്രയും ഇൽമ കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയും ഇതും എന്റെ പ്രിയപ്പെട്ടവരെ ഹലാലായ യാത്രയാണ്. അതിലുപരി ഇതൊക്കെ ഒരു ഇബാദത്തിൽ പെടുന്ന ഒരു യാത്രയുമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ തന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, തന്റെ ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും ഭക്ഷണത്തിന് വേണ്ടി, അതായത് അവരുടെ ജീവിത സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്ന യാത്രകള്, ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്ന യാത്രകള്, ഇതും എന്താണ്? ഹലാലായ യാത്രയാണ്. അതിലുപരി ഇതൊരു ഇബാദത്തിന്റെ കൂലിയുമാണ് ഈ യാത്രയിലൂടെ അവന് ലഭിക്കുന്നതെന്ന്. ഗൾഫിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ, അതൊരു യാത്രയല്ലേ? ആ യാത്രയ്ക്കൊക്കെ വലിയ മഹത്വമുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇസ്ലാം എന്താണ്? വളരെ മഹത്വം കൽപ്പിക്കുന്നുണ്ട്. ഒരു ഹദീസ് കേട്ടോളിൻ.